ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബ്രെഡ് ചില്ലിയുടെ റെസിപ്പി ആട്ടോ. നമ്മുടെ ചില്ലി ചിക്കനും അതേപോലെ തന്നെ ചില്ലി ഗോപിയൊക്കെ റെഡിയാക്കാറില്ലേ, അതേപോലെ തന്നെ ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചില്ലി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും ബ്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന സ്നാക്സിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ റെസിപ്പിക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും ഉറപ്പായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് കൊടുത്തു വിടാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നതെന്ന്. നമ്മുടെ ഈ ബ്രെഡ് ചില്ലിക്ക് വേണ്ടി ഒരു 5 ബ്രെഡ് ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലുതൊന്നുമല്ല എന്ന് കരുതി തീരെ ചെറുതുമായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാ ബ്രെഡും സൈഡൊന്നും കളയണ്ട, ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒന്നെങ്കിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലോ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സോൾട്ടഡ് ബട്ടർ അല്ല, അൺസോൾട്ടഡ് ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ചെറു ചൂട് കിടന്നുകൊണ്ട് നല്ലതുപോലെ തന്നെ ഒട്ടും കരിഞ്ഞു പോകാതെ ശരിക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടും. ഒരുപാട് സ്പീഡിനിട്ട് ഇളക്കരുത്, പതുക്കെ ഇങ്ങ് ചൂടാക്കി എടുത്താൽ മതിയാവും. കണ്ടതാ, നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ആയിട്ടോ നമ്മുടെ ബ്രെഡ് ഇരിക്കുന്നത്. എല്ലാ ബ്രെഡിലേക്കും നല്ല ചൂടൊക്കെ കയറി ശരിക്കും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയായി കഴിഞ്ഞ് ഈ ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു മുരുമുരുപ്പിൽ നമുക്ക് കിട്ടണം. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത്. നമുക്ക് ഈ ബ്രെഡ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ വെളുത്തുള്ളിയും അത്രയും തന്നെ ചോപ്പ് ചെയ്തും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ റെഡിയാക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ചൂടായി വന്നതിനകത്തേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് പതുക്കെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ സവാള എടുത്തതാണെങ്കിലും ഒരുപാടൊന്നുമല്ലല്ലോ, ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് മതിയാവും. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ല ഇതേപോലെ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനകത്തേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വേറെ ടൊമാറ്റോ സോസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരമായിട്ടാട്ടോ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഒരുപാടങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റിയെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർക്കുക എന്ന് പറയുന്നത് എരിവുള്ള മുളക് പൊടിയൊന്നുമില്ല, നമ്മുടെ കാശ്മീർ റെഡ് ചില്ലി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഗരം മസാല. അതുകൊണ്ട് ചേർത്ത് പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്തുകൊണ്ട് തന്നെ ഞാൻ ടൊമാറ്റോ സോസ് ചേർക്കുന്നില്ല, മറിച്ച് ചില്ലി സോസും അതേപോലെ തന്നെ സോയാ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് ചില്ലി സോസും അതേപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ സോയാ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. സോസ് ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ടൊരു അളവ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം പലരുടെയും ടേസ്റ്റ് പലതായിരിക്കുമല്ലോ. ചിലർക്ക് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ നമ്മുടെ ചില്ലി സോസിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോസിൻ്റെ അളവ് ഒരുപാട് കൂടി പോവാതെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും. ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. നമ്മൾ സാധാരണ സെമി ഗ്രേവിയൊക്കെ ചെയ്തെടുക്കില്ലേ, അത്രയൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മാത്രം മതിയാവും. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് എല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ബ്രെഡിലേക്കാണെങ്കിലും ആ സോസിൻ്റെ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്.
നമ്മൾ ബ്രെഡ് ചില്ലി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ആണെങ്കിലും ആകെ അങ്ങ് പൊടിഞ്ഞു പോകും. ഒരുപാട് കനമില്ലാത്തതല്ലേ ബ്രെഡിനൊക്കെ, അപ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വെള്ളം അത്ര മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ. ഏറ്റവും ലാസ്റ്റായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് ചില്ലിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലൊരു വെറൈറ്റി ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ അതേപോലെ തന്നെ ബ്രെഡൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ബ്രെഡും വേറിട്ട് കിടക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രെഡ് ചില്ലി റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഒരുപാടങ്ങ് തണുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അങ്ങ് വാടിക്കുഴഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് തണുത്ത് പോകാനായിട്ട് നിൽക്കരുത്, ചെറു ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചില്ലിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.